നമസ്കാരം. ഇന്ന് അമിതമായി സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾ നമ്മുടെയൊക്കെ തന്നെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പല വസ്തുക്കളുണ്ട്. മിഠായികൾ അല്ലെങ്കിൽ ഐസ്ക്രീമുകൾ തുടങ്ങി നിരവധി ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ പലപ്പോഴും ഇതറിയാതെ കഴിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇത് സ്ഥിരമായി കഴിക്കുന്നവരുടെ മരണനിരക്ക് ഉയരുന്നു എന്നുള്ളതാണ്. അമേരിക്കയിലും UK-യിലും ഉൾപ്പെടെ ഏതാണ്ട് 8ഓളം രാജ്യങ്ങളിലാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ നടന്നത്. ആളുകളുടെ ഭക്ഷണ രീതിയും അതുപോലെ അവരുടെ രോഗാവസ്ഥയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഗവേഷണം നടത്തിയത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ഥിരമായി ഇത്തരത്തിൽ അമിതമായി സംസ്കരിച്ച ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ മരണനിരക്ക് വൻതോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ആളുകൾ ധാരാളമായി ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അകാലത്തിലുള്ള മരണനിരക്ക് വൻതോതിൽ വർദ്ധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിൽ തന്നെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം അകാല മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വലിയൊരു ശതമാനവും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചതുകൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹൃദ്രോഗം, അമിതമായ വണ്ണം അഥവാ ഒബീസിറ്റി, ക്യാൻസർ, അതുപോലെ നിരവധി ഏതാണ്ട് 32ഓളം രോഗങ്ങൾ ഇത്തരത്തിലുള്ള അമിതമായി സംസ്കരിച്ച ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. പൂരിത കൊഴുപ്പുകൾ, പഞ്ചസാര, കൃത്രിമ അഡിറ്റീവുകൾ എന്നിവ അടങ്ങിയ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ വലിയ തോതിലാണ് മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പൊതുവേ അപകടകാരികളല്ല, ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് നമ്മൾ കരുതുന്ന ചില സാലഡുകളും ബ്രെഡുകളും പോലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു വിഭാഗം ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ടും വേറൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ആധികാരികമായി ഇത്തരം അമിതമായി പ്രോസസ്സ് ചെയ്ത ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആളുകൾ മരിക്കുന്നതായി അവർക്ക് പറയാൻ കഴിയുകയില്ല. ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്, എന്നിട്ട് വേണം ആധികാരികമായി ഇതിനെക്കുറിച്ച് പറയാൻ എന്നാണ്. ഏതായാലും അമിതമായി സംസ്കരിക്കുന്ന രീതി തന്നെ ഒരു ഭക്ഷണത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് നമുക്ക് കലോറി ലഭിക്കാനും നമ്മുടെ ഊർജ്ജം സംഭരിക്കാനുമൊക്കെയാണ്. പക്ഷേ ഇത് പലപ്പോഴും നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ പറയുന്നത്. അമിതമായി സംസ്കരിച്ച ഭക്ഷണം സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യ വ്യവസ്ഥയെ തന്നെ അല്ലെങ്കിൽ ശാരീരിക സ്ഥിതിയെ തന്നെ താറുമാറാക്കും എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. കൊളംബിയ, ബ്രസീൽ, ചിലി എന്നീ രാജ്യങ്ങളിലെ അകാല മരണങ്ങളിൽ 4 മുതൽ 6% വരെ അമിതമായി സംസ്കരിച്ച ഭക്ഷണമാണ് കാരണമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2018 അമേരിക്കയിലുണ്ടായ 1,20,000-ഓളം അകാല മരണങ്ങൾക്കും ഇത്തരം ഭക്ഷണം കഴിക്കുന്നത് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും എപ്പോഴും നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങി അത്തരത്തിലുള്ള ഭക്ഷണ രീതി നമ്മൾ പിന്തുടരുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് എല്ലാവരും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത്, അതും പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം തിരക്ക് പിടിച്ച ജീവിതമാണ് വ്യക്തികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി വീട്ടിലിരുന്ന് ഭക്ഷണം പാകം ചെയ്യാനും കലോറി നോക്കി ഭക്ഷണം കഴിക്കാനൊന്നും കഴിയുന്നൊരവസ്ഥയല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ജങ്ക് ഫുഡുകൾ വാങ്ങി കഴിക്കുന്ന രീതി സാധാരണമായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് വളരെയധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന IT പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരുടെ വല്ലാത്ത ജോലി തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പതിവാണ്. എന്നാൽ ഇത് മരണനിരക്ക് ഉയർത്തും എന്നുള്ള ഈ ഗവേഷണ ഫലം നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. എന്തായാലും പേടിക്കേണ്ടതില്ല എന്നാണ് ഈ ഒരു വാദത്തെ എതിർക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നത്.